Turn right, then take the second left. നമ്മളിപ്പം ആക്ച്വലി സ്റ്റുട്ട്ഗാർട്ടിൽ നിന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോവാണ്. ആ സ്ഥലത്തിൻ്റെ പേരെന്താന്ന് വെച്ചാൽ, ഒരു മിനിറ്റ് പറഞ്ഞോ. ആ സ്ഥലത്തിൻ്റെ പേര് ക്യൂനിക്സി എന്നാണ് പേര്. അതൊരു ലേക്കാണ്. അപ്പോൾ അതിൻ്റെ സ്ഥലം എന്താന്ന് പറഞ്ഞാൽ ജർമ്മനി ഓസ്ട്രിയ ബോർഡറിലാണുള്ളത്. ഓക്കെ. ആ കൊനിക്സിന്ന് വേറൊരു സ്ഥലമില്ല, ആ നല്ല ഭയങ്കര വ്യൂ ആയിട്ടുള്ള ആ സ്ഥലത്തിന്റെ പേര്, അത് പണ്ട് ഒരേ ഒരു ലേക്കായിരുന്നു. പിന്നെ ഒരു ലാൻഡ് സ്ലൈഡ് കാരണം അതൊരു 2 ലേക്കായി. അപ്പൊ ഈ നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ മെയിൻ സ്ഥലത്തിന്റെ പേര് ക്യൂനിക്സി എന്നാണ്. അതിന്റെ അടുത്തുള്ള ചെറിയ ലേക്കിന്റെ പേര് ഓബർസി എന്നാണ്. ഓക്കെ. സോ ഓബർസി ആണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇന്നത്തത്. സോ വി ആർ ഓൺ റോഡ്. പിന്നെ അതാണ് നല്ല വെതർ. ഇറ്റ്സ് ഓൾമോസ്റ്റ് 19 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഇറ്റ്സ് സണ്ണി. അപ്പം അവിടെയും അതേപോലെ നല്ല വെതർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫോർ മോർ കീപ് വാച്ചിങ്. സോ നമ്മൾ കൊനിക്സി എത്തി. ഇവിടുന്ന് ഏതാ പാർക്കിങ്ങിൽ വണ്ടി വെച്ച്. സോ ഇന്ന് കുറേ പേരുണ്ട്. ആക്ച്വലി ആരും ഉണ്ടാവില്ല എന്നിട്ട് നേരത്തെ ഇറങ്ങിയതാ. പക്ഷേ ഇറ്റ് ടുക്ക് us ഓൾമോസ്റ്റ് 4 hours. ബ്രേക്ക്ഫാസ്റ്റ് ആവാം. നമ്മളിപ്പോൾ കൊനിക്സിന്ന് ഒബർസി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ജസ്റ്റ് ആ വ്യൂ ഒന്ന് കാണിച്ചുതരാം. ഇപ്പോൾ നിങ്ങൾ ഇവിടെ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റൈറ്റ് സൈഡിൽ ഇരിക്കണം. റൈറ്റ് സൈഡാണ് ആക്ച്വലി വ്യൂസ് മൊത്തം ഉള്ളത്. ലെഫ്റ്റ് സൈഡിൽ അധികം വ്യൂസ് ഒന്നുമില്ല. ഈ അവിടെ കാണുന്ന ഇതില്ലേ, എക്സാക്ട്ലി അത് ഒരു ചെറിയ ചേർച്ചും പിന്നെ ഫിഷർമാൻ്റെ ഹൗസും പോലെയാണ്. അപ്പം അവിടെ ഫസ്റ്റ് സ്റ്റോപ്പ് അവിടെയാണ്. പിന്നെ പോകുന്നത് സാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. അവിടുന്ന് ഒബർസിയിലേക്ക് ചെറിയൊരു 1/2 hour 20 minutes ഹൈക്ക് ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇവിടെ. നല്ല ക്ലിയർ വാട്ടർ, ക്ലൗഡി സ്കൈ, ബ്യൂട്ടിഫുൾ ഗ്രീൻ മൗണ്ടെയ്ൻസ്. പിന്നെ അതേപോലെ ഈ റിവർ ഓൾമോസ്റ്റ് 8 kilometers ഉണ്ട്. സോ ജർമ്മനിയിലത്തെ സെക്കൻഡ് ലാർജസ്റ്റ്, അങ്ങനത്തെ എന്തോ ഫാക്റ്റ് ഉണ്ട്. ലെറ്റ് മീ ചെക്ക് ദാറ്റ് ആൻഡ് ക്ലാരിഫൈ. ഓക്കെ, അത് ഞാൻ അടിയിൽ ഇവിടെ എഴുതുന്നുണ്ടാവും ആ ഫാക്റ്റ് കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത്. ബിക്കോസ് അവർ ജർമ്മനിലാണ് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ ജർമ്മൻ പ്ലസ് ഇംഗ്ലീഷ്, അപ്പം മാക്സിമം ആ ഇൻഫർമേഷൻ മനസ്സിലാക്കാൻ നോക്കി. ഇൻ കേസ് ഇഫ് ഇറ്റ് ഈസ് റോങ്, യാ ലെറ്റ് യു നോ.
നമ്മൾ ശാലയത്തിൽ ഇറങ്ങിയിട്ട് ഇപ്പം ഒബേർസിയിലേക്ക് നടക്കുകയാണ്. സോ ഇറ്റ്സ് എ സ്മോൾ ട്രക്ക്. പിന്നെ ഇതാണ് വ്യൂ ഇവിടുത്തെ. നല്ല സണ്ണി ഡേ ആണ്. കുറച്ച് ചൂടുണ്ട്. അത്ര ഇന്നത്തെ 18 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് തോന്നുന്നു ഇവിടെ. അപ്പോൾ ഒബേർസിയിലുള്ള ബാക്കി വ്യൂസും ബാക്കി കാര്യങ്ങളും കമ്മിങ് നെക്സ്റ്റ്. We reached ഒബേർസി. നമ്മൾ ഒബേർസിൻ്റെ അടുത്താണുള്ളത്. അതായത് അതിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ മെയിൻ സ്പോട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് കുറച്ച് ചെറുങ്ങനെ സ്വിമ്മൊക്കെ ചെയ്ത് ഇപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സൈഡിലേക്ക് കൂടി നടക്കുമ്പോൾ ഒരു ഡിഫറെൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഓരോ 100 മീറ്റേഴ്സ് നടക്കുമ്പോഴും ആ റിവറിൻ്റെ കളറ് ചേഞ്ച് ചെയ്തുകൊണ്ടായി. എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആണ്. ഈ നാച്ചുറൽ എന്തായാലും പറയാം, നാച്ചുറൽ എന്തോ ഉദ്ദേശിക്കുന്നത് അതന്നെ, നാച്ചുറിൻ്റെ ആ ഒരു വികൃതി അതന്നെ. അത് നാച്ചുറിൻ്റെ ആ ഒരു വികൃതി കാണാൻ നല്ല രസമാണ്. വികൃതി എന്ന് പറയാൻ പറ്റില്ല, ബ്യൂട്ടി. ഓക്കെ, സോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ വരാം. മാക്സിമം 8 മണിക്ക് നിർത്താൻ നോക്കാം. എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഒരുപാടുണ്ടാവും, ക്രൗഡ് ഉണ്ടാവും. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മളിപ്പം ഈ ഒരു ഹൈറ്റിലെത്തി. സെയിം ഫ്ലാറ്റ് സർഫസിലുണ്ടായതാണ്. ഇനിയിപ്പം അവിടത്തേക്ക് പോകണം. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വരും. ഇത് നേരത്തെ കാണിച്ച സ്ഥലത്തെത്തി. ഇപ്പം പിന്നെ നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ 2 കാര്യം ശ്രദ്ധിക്കണം. 2 കാര്യമില്ല, ആക്ച്വലി 1 കാര്യം. അതായത് വെതർ നോക്കിയിട്ട് വേണം വരാൻ. റെയിനി ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള തയ്യാറെടുപ്പോടെ വരണം. അതുപോലെ എനിക്കൊന്ന് വിൻ്ററിൽ ഇത് ഫുൾ ഇവിടുത്തെ വരെ വരില്ല. സമ്മറിലാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. സെയിം അതുപോലെ സണ്ണി ആണെങ്കിൽ ദ ക്ലൗഡ്സ്, പിന്നെ ആ റിവറിലുള്ള കളറ് എല്ലാം കൂടി എക്സ്ട്രീംലി ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ സമ്മറിൽ മാക്സിമം വരാൻ നോക്കുക. വിൻ്ററിൽ നോ, വിൻ്ററിൽ പകുതി വരെ വരുള്ളൂ. ഒരു ചെറിയൊരു പിക്നിക്കെല്ലാം നടത്താൻ പറ്റിയ സ്ഥലം. ഫാമിലിക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഹൈക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇവിടെ വയസ്സായിട്ടുള്ളവരുണ്ട്, പിന്നെ അതുപോലെ ചെറിയ കുട്ടികളും എല്ലാം വന്നിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വന്നാൽ മതി. ഫുഡാണെങ്കിലും സ്നാക്സ് ആണെങ്കിലും കുടിക്കാനുള്ളതാണെങ്കിലും ഇവിടെയുണ്ട് ചെറിയ ചെറിയ പ്ലേസസ്. ബട്ട് നിങ്ങൾ കരുതിയാൽ അത്രയും നല്ലത്. സീ ദ വ്യൂ. ഇതുപോലുള്ളൊരു സണ്ണി ഡേയിൽ ഇങ്ങനെ ജർമ്മനി ബവേറിയൻ റീജിയനിലുള്ള ഒരു ആൽപ്സിൻ്റെ കൂടെ നടക്കുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച വിചാരിച്ചിട്ടില്ല. ഐ മീൻ ഈ 2-3 ദിവസം മുന്നെയാണ് നിതിനോട് ഞാൻ ജസ്റ്റ് ചോദിച്ചു ഇത് എവിടെയാണ് ഈ സ്ഥലം എന്ന്. അപ്പോഴാണ് അറിഞ്ഞത് ഇത് അടുത്ത് തന്നെയാണ്. നിതിനും പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. സോ ദെൻ പിന്നെ എല്ലാം സ്പോണ്ടേനിയസ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ എല്ലാം ആയി. റെൻ്റക്കാർ എടുത്ത് ഞാൻ സ്റ്റുട്ട്ഗാർട്ടിലേക്ക് എത്തി. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്ന്. സോ ഇതും ഹിച്ച് ഹൈക്കിങ്ങിൻ്റെയും ബഡ്ജറ്റ് ട്രാവലിങ്ങിൻ്റെ എല്ലാം ഒരു അനദർ വേ ആണ്. ട്രൈ ടു ഫൈൻഡ് യുവർ ഫ്രണ്ട്സ്. അവർക്ക് കൂടുതൽ ഈസി ആയിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റും അങ്ങനെ. സോ ഇതാണ് ഒബേർസീൻ്റെ നെക്സ്റ്റ് എൻഡ്. നമ്മൾ നേരത്തെ ഉണ്ടായത് ഇവിടെയാണ് നേരത്തെ ഉണ്ടായത്. ആ ഫോട്ടോസ് ഇതാ ഇപ്പം കാണുന്ന ഫോട്ടോസൊക്കെ എടുത്തത് അവിടെ നിന്നാണ്. അപ്പോൾ നിങ്ങൾ കണ്ട ഈ റിവർ ഓരോ സ്ഥലത്തും ഓരോ കളറാണ്. എന്ത് കൊണ്ടെന്ന് എനിക്കറിയില്ല.
അപ്പോൾ ഇൻ കേസ് അറിഞ്ഞാൽ ഞാൻ താഴെ ഇവിടെ ഡിസ്ക്രിപ്ഷനിലോ ഇവിടെ താഴെയോ ആഡ് ചെയ്യുന്നതാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ റെൻ്റ് കാർ എടുത്തിട്ട് വരുന്നതാണ്. റെൻ്റ് കാർ എടുത്തിട്ട് വരാം. മ്യൂണിക്കിൽ നിന്ന് 2 hours ഓൾമോസ്റ്റ്. പിന്നെ വരുന്ന വഴിക്ക് ഓസ്ട്രിയൻ ബോർഡർ ഉണ്ട്, അത് ഒഴിവാക്കാൻ നോക്കാം. അതില്ലാണ്ട് അവോയ്ഡ് ടോൾസ് എന്ന് കൊടുത്താൽ വരുമല്ലോ. അപ്പോൾ അതില്ലാണ്ട് വരാം. ഇല്ലെങ്കിൽ 20 euros എന്തോ അവിടെ ടോളിൽ കൊടുക്കണം. അതായത് ആ ടോളിൻ്റെ പേര് വിനേറ്റ് എന്നാണ്. വിനേറ്റ്, ഓക്കെ. ആ ടോളിൻ്റെ പേര് വിനേറ്റ് എന്നാണ്. അപ്പോൾ അവിടെ അതിലേ പോവാണ്ട് അങ്ങനെയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇൻ കേസ് അറിയാണ്ട് നിങ്ങൾക്ക് വഴി തെറ്റിയാലേ പോയാൽ സോ യു ഷുഡ് ഹാവ് എ പ്ലാൻ ബി. അവിടെ അടുത്ത് തന്നെ ടോൾ പേ ചെയ്യാനുള്ള അല്ലെങ്കിൽ ടോൾ സ്റ്റിക്കർ ഇതാക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട് ആ ടോൾ ഇതിനു മുമ്പ്. നമുക്ക് തിരിച്ചു പോകാൻ സമയമായി. പിന്നെ ഈ ഇവിടെ കാണുന്നില്ലേ, അവിടെ നിങ്ങൾക്ക് സ്വിം ചെയ്യാം. പിന്നെ അതുപോലെ ഒരു സൺ ബാത്ത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, എന്നാൽ ഇൻ കേസ് എസ്പെഷ്യലി സ്വിം ചെയ്യാൻ എളുപ്പമുള്ള ഒരു സ്ഥലമാണത്. വലിയ ഡീപ്പൊന്നുമില്ല. ആകെ കൂടുതലുള്ള പ്രശ്നം നല്ല തണുപ്പുണ്ട്. ഓൾമോസ്റ്റ് 14 degree വാട്ടറിൻ്റെ ടെമ്പറേച്ചർ. ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടായ സ്ഥലം. ഇവിടുന്ന് ഓൾമോസ്റ്റ് 30 minutes ട്രക്ക് ചെയ്താൽ അവിടെ എത്താം. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ നടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വരെ വരാം. ഈ വ്യൂ കാണാം. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ തിരിച്ചു പോവാം. ഇല്ല ഇനിയും ഫെർദർ വ്യൂസ് കാണണം, ഇനിയും കുറച്ച് ട്രക്ക് ചെയ്യണം. അവിടെ ഈ ആഴ്ചയിൽ കാണുന്ന പശുക്കളും ഉണ്ട്, അപ്പം അതൊക്കെ കാണാം. അങ്ങനത്തെ കുറച്ച് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ് വേണമെന്നുണ്ടെങ്കിൽ ട്രക്ക് ചെയ്യാം. 1/2 an hour. എല്ലാ ഏജിലുള്ളവരും ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വെരി ഈസി ട്രക്ക്. ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി നടക്കുമ്പോൾ. സ്ലിപ്പാവാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് സ്വന്തമായിട്ട് ബോട്ട് എടുത്ത് വരണമെന്നുണ്ടെങ്കിൽ 50 euros ഫുൾ ഡേ, 9 euros per hour കിട്ടും. അപ്പം അതുപോലെ കുറച്ച് എനർജറ്റിക് ഒക്കെ ആയിട്ടുണ്ട്, ഫുൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ യു ക്യാൻ കം അലോങ് വിത്ത് ദാറ്റ്. ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. അതൊരു സ്വന്തമായിട്ട് ബോട്ടെടുത്ത് റോ ഒക്കെ ചെയ്ത് വരുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര ബ്യൂട്ടിഫുൾ ആണ് ആ വാട്ടറും ചുറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ട് വരാവുന്നതാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ വന്ന പോലെ 19 euros ഈ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്ത് വരാം. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ ഇതുപോലെ പ്രൈവറ്റ് ബോട്ട് എടുക്കാം, വിച്ച് ഈസ് 50 per day ഓർ 9 per hour. ഇന്ന് രാവിലെ നമ്മൾ 9 മണിക്ക് ഇവിടെ എത്തിയാണ്. ഒരുപാട് കാശൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം പ്ലെൻറ്റി. അതേപോലെ ഈ സ്ട്രീറ്റ്സൊക്കെ നല്ലോണം ആൾക്കാരുണ്ട്. ഇനിയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദ ബെസ്റ്റ് ടൈം ഏറ്റവും രാവിലെ എത്രയും പെട്ടെന്ന് വരാൻ പറ്റുന്ന അത്രയും പെട്ടെന്ന് വന്ന് ഇവിടെയൊക്കെ കണ്ട് ഏകദേശം ഈ സമയം അല്ലെങ്കിൽ മേ ബി 6 വരെയാണെന്ന് തോന്നുന്നു ഇവിടെ ഉള്ളത്. അല്ല 6 വരെയാണ്. അപ്പം 6 വരെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. ഇഫ് യു ആർ ഇൻ മ്യൂണിക്, ഇഫ് യു ആർ പ്ലാനിങ് ടു കം മ്യൂണിക്, ഈ സ്ഥലം ഡെഫിനറ്റ്ലി മിസ് ചെയ്യാൻ പറ്റില്ല. മസ്റ്റ് കം. അങ്ങനെ ഒരു അടിപൊളി ദിവസം കഴിഞ്ഞു. നല്ല അടിപൊളി സ്ഥലത്തൊക്കെ പോയി. ക്യൂനിക്സി എന്നിട്ടുള്ള സ്ഥലമാണ്. അവിടെ കുറേ നല്ല ഒരു ട്രക്കിംഗ് ഒക്കെ ഉണ്ടായി. നല്ല വ്യൂസ് ആയിരുന്നു. ഭയങ്കര കണ്ണിനൊക്കെ കുളിർമ നൽകുന്ന സംഭവങ്ങൾ എന്നെല്ലാം പറയല്ലേ, സെയിം അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ മ്യൂണിക്കിലേക്ക് പോയി. അതായത് നിതിൻ സ്റ്റുട്ട്ഗാർട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് മ്യൂണിക്ക്. അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ ഈ മ്യൂണിക്കിലേക്ക് ക്യൂനിക്സിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു സ്റ്റേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഈ സ്റ്റേ കുറേ പേരോട് കൗച്ച് സർഫിങ്ങിൽ ഹോസ്റ്റിനെ റിക്വസ്റ്റ് ചെയ്ത് ഒരാളും റെഡി ആയിരുന്നില്ല. ലാസ്റ്റ് അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് ഒരാൾ എനിക്കൊരു മെസ്സേജ് വന്നു കൗച്ച് സർഫിങ്ങിൽ, ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഫ്രീ ഉണ്ട്, ഇഫ് യു വാണ്ട് ടു വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം 2 days എന്ന് പറഞ്ഞിട്ട് എന്നെ അവർ അക്സെപ്റ്റ് ചെയ്ത എൻ്റെ റിക്വസ്റ്റ്.
അങ്ങനെ അവിടത്തേക്ക് പോയി അവിടുന്ന് താമസിച്ച് അടിപൊളി വീടാണ്, നല്ല വലിയ വീട്, ഒരു വില്ലയാണ്. അവിടെ ഒരു റൂം എനിക്ക് ഫുള്ളായിട്ട് തന്നു, വലിയ റൂം. അങ്ങനെ നല്ല നല്ല എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായി. അതേപോലെ നിതിനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല, അവനൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തെന്ന്. ഞാൻ ഹിച്ച് ഹൈക്കിംഗ് ആണെന്ന് അറിഞ്ഞാലും അവന് പറഞ്ഞ ഓക്കെ ഹിച്ച് ഹൈക്കിംഗ് അല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഇപ്രാവശ്യം മൊത്തം അതാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം ഈ സാഹചര്യത്തിൽ അവനിനി UAE-ലോ എവിടെയെങ്കിലും വന്നാൽ ഒരു രാജാവിനെ പോലെ കുറച്ചൊരു നല്ല അവനെ ഞാൻ തീർച്ചയായിട്ടും ഈ സ്ഥലങ്ങൾ മൊത്തം കാണിക്കുന്നതാണ്. സോ താങ്ക്സ് നിതിൻ ഫോർ ദാറ്റ്, താങ്ക്സ് ഫോർ യുവർ ഓൾ സപ്പോർട്ട്. ബാക്കി നെക്സ്റ്റ് ഡേ മ്യൂണിക്കിൽ മൊത്തം കണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. സോ പ്ലീസ് സബ്സ്ക്രൈബ്. ഈ വീഡിയോ ഇതുപോലത്തെ എഡിറ്റിങ്സും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ കമൻറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ ഷെയർ. ഓൾസോ ഐ ആം സ്റ്റോറി ടെല്ലർ.